എല്ലാവർക്കും നമസ്കാരം. പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നവർക്കായി +1 ബോട്ടണിയിലെ എല്ലാ ചാപ്റ്റേഴ്സിലെയും ഡയഗ്രാംസും എക്സാം ഓറിയൻറ്റഡ് കണ്ടൻറ്റും കൂട്ടുകാരെ ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. എൻ്റെ ഈ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമുക്ക് പാഠഭാഗങ്ങളിലേക്ക് കടക്കാം. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ ഏറ്റവും പ്രാധാന്യത്തോടെ പഠിക്കേണ്ട ഭാഗങ്ങൾ: 1. 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, ഡീമെറിറ്റ്സ്. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, ക്രൈറ്റീരിയ യൂസർ. ഡയറ്റമേഷ്യസ് എർത്ത്, എങ്ങനെ അതുണ്ടാകുന്നു, അതിൻ്റെ എക്കണോമിക് യൂസ്. റെഡ് ടൈഡ്, ഗോണിലെക്സ്, അതുണ്ടാക്കുന്ന അപകടങ്ങൾ. യുഗ്ലീന ന്യൂട്രീഷൻ, ഓട്ടോട്രോഫിക്കും ഹെട്രോട്രോഫിക്കും. സ്ലീപ്പിംഗ് സിക്നസ്, ഇതുണ്ടാക്കുന്ന രോഗാണു. മൈക്കോപ്ലാസ്മയുടെ ഫീച്ചേഴ്സ്. റീപ്രൊഡക്ഷൻ ഇൻ ബാക്ടീരിയ, 3 തരത്തിലുള്ളത്. സെക്ഷൽ സൈക്കിൾ ഓഫ് ഫഞ്ചൈ, 3 സ്റ്റെപ്പുകൾ പഠിക്കണം. ഡിസീസ് ഇൻ ഫഞ്ചൈ ഉണ്ടാക്കുന്ന 2 ഡിസീസുകൾ, സ്മട്ടും റസ്റ്റും. ഫഞ്ചൈ ഇംപെർഫെക്റ്റൈ, എന്തുകൊണ്ടാണ് ഡ്യൂട്രോമൈസിറ്റിസിനെ അങ്ങനെ വിളിക്കുന്നത്. എക്സോജിനസ് ആൻഡ് എൻഡോജിനസ് സ്പോർ പ്രൊഡക്ഷൻ, ആസ്കോമൈസിറ്റിസിലും ബെസിഡിയോമൈസിറ്റിസിലും ഈ പ്രത്യേകതകൾ എന്തുകൊണ്ടാണ്. ഹിസ്റ്റോറിക്കൽ ആസ്പെക്ട് ഓഫ് വൈറസിൻ്റെ ഡിസ്കവറിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഡിസീസ് കോസ്ഡ് ബൈ വൈറസസ് ഇൻ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്, പ്ലാന്റ്സിൽ അനിമൽസ് ഉണ്ടാക്കുന്ന പ്രത്യേക രോഗങ്ങൾ. വൈറോയിഡ്, അതിനെക്കുറിച്ച് അറിയണം. അപ്പോൾ ലൈക്കൻസ്, ഇതിൻ്റെ പ്രത്യേകതകൾ. ഈ പറഞ്ഞ കാര്യങ്ങളുടെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്, അത് പ്രത്യേകം നോക്കുക. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലിങ്കും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നോസ്റ്റോക്ക്, ഇവിടെ ഹെട്രോസിസ്റ്റിന് ഇമ്പോർട്ടൻസ്. അറ്റ്മോസ്ഫറിക് നൈട്രജൻ ഫിക്സേഷനിലാണ് ഇതിൻ്റെ പ്രാധാന്യം. ബാക്ടീരിയയുടെ ഫിഷൻ പ്രോസസ്സിലൂടെയുള്ള ഒരു റീപ്രൊഡക്ഷനാണ് കാണിച്ചിട്ടുള്ളത്. പാരമീസിയം, ഇത് ഫുഡ് എടുക്കുന്നത് ഗുള്ളറ്റ് എന്ന് പറയുന്ന ക്യാവിറ്റിയിലൂടെയാണ്. വൈറസിൻ്റെ ഘടനയിലെ ഔട്ടർ പ്രോട്ടീൻ കോട്ട് കാപ്സിഡും ഇന്നർ ന്യൂക്ലിക് ആസിഡ് കാണിച്ചിട്ടുള്ളത്. ബാക്ടീരിയോഫേജിൻ്റെ ലേബൽ ചെയ്ത ഭാഗങ്ങളെല്ലാം കൃത്യമായി നോക്കി വയ്ക്കുക. പ്ലാന്റ് കിങ്ഡം, ഇതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. ക്ലാസസ് ആൻഡ് പിഗ്മെന്റ്സ് ഓഫ് ആൽഗെ, വെരി ഇമ്പോർട്ടൻറ്റ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ആൽഗെ, ഐസോഗമസ്, അനൈസോഗമസ്, ഊഗമസ്. ബ്രയോഫൈറ്റ്സ് കോൾഡ് ആസ് ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം, പ്രത്യേകം നോക്കേണ്ടതാണ്. ജെമ്മെ, അസെക്ഷൽ ബഡ്സിനെ കുറിച്ച്. ഗാമിറ്റോഫൈറ്റ് വിത്ത് സ്പോറോഫൈറ്റ് ഓഫ് ഫ്യൂണേറിയ. പ്രോട്ടോനിമ ആൻഡ് പ്രോതാലസ്, ഡിഫറൻസസ്. ഹെട്രോസ്പോറി ആൻഡ് എവല്യൂഷൻ, സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അഡാപ്റ്റേഷൻ ഓഫ് പൈനസ് ലീഫ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡബിൾ ഫെർട്ടിലൈസേഷൻ, സിംഗമിയും ട്രിപ്പിൾ ഫ്യൂഷനും പ്രത്യേകമായി നോക്കണം. ലൈഫ് സൈക്കിൾസ്, ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ, ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ, ഹാപ്ലോ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ, വളരെ കൃത്യമായി നോക്കേണ്ട ഒരു ഭാഗം കൂടിയാണ്. ഇതിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ചാപ്റ്ററിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും പ്രതിപാദിക്കുന്ന ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആൽഗെ, ഇതിനെക്കുറിച്ചുള്ള വിവരണമാണ് ഇവിടെ കാണിക്കുന്നത്. ഏറ്റവും മുകളിൽ ഗ്രീൻ ആൽഗെ ഡിഫറെൻറ്റ് ടൈപ്സ്, താഴെ ബ്രൗൺ ആൽഗെ, ഏറ്റവും താഴെ റെഡ് ആൽഗെ. ചിത്രങ്ങൾ പ്രത്യേകമായി നോക്കി വെക്കേണ്ടതാണ്. ബ്രയോഫൈറ്റ്സ്, മാർക്കൻഷ്യയിലെ ജെമ്മേനെ കുറിച്ച് നേരത്തെ കണ്ടു കഴിഞ്ഞു. എസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറാണ്, അതിനെക്കുറിച്ച് നോക്കി വയ്ക്കുക. അതുപോലെ തന്നെ മറ്റൊന്ന് ഫ്യൂണേറിയ, ഗാമിറ്റോഫൈറ്റ് വിത്ത് സ്പോറോഫൈറ്റ്. ഈ ഡയഗ്രാം പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൽ ഗാമിറ്റോഫൈറ്റിൻ്റെ എക്സിസ്റ്റൻസും സ്പോറോഫൈറ്റിൻ്റെ എക്സിസ്റ്റൻസും മനസ്സിലാക്കി വെക്കേണ്ടത് കൂടിയാണ്. നെക്സ്റ്റ്, സ്പോറോഫിൽസ് എല്ലാം ഒരുമിച്ച് ചേർത്ത് ഒരു സ്ട്രോബൈലൈ ഫോം ചെയ്യുന്നു. അതിൻ്റെ പിക്ചറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. എക്വിസിറ്റം പോലുള്ള ടെറിഡോഫൈറ്റ്സിലാണ്. ജിംനോസ്പെംസിലെ ജിങ്കോ എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. നേക്കഡ് സീഡ് ബെയറിംഗ് പ്ലാന്റ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ചിത്രം കൊടുത്ത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറയാറുണ്ട്, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കൂടിയാണ്. നെക്സ്റ്റ്, ലൈഫ് സൈക്കിൾ. ആദ്യം ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിളാണ്. ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിളിൻ്റെ പ്രത്യേകത, കൂടുതൽ സമയവും ലൈഫ് സൈക്കിളിൽ ഡിപ്ലോയ്ഡ് ഫേസ് ആണ്, അല്ലെങ്കിൽ സ്പോറോഫൈറ്റിക് ജനറേഷൻ ആണ്. വളരെ കുറച്ച് സമയം മാത്രമാണ് ഗാമിറ്റോഫൈറ്റിക് ജനറേഷൻ. ജിംനോസ്പെംസിലും ടെറിഡോഫൈറ്റ്സിലുമാണ് കാണുന്നത്. ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ പൊതുവെ ആൽഗകളിൽ കാണുന്ന ലൈഫ് സൈക്കിളാണ്.
ലൈഫ് സൈക്കിളിൽ കൂടുതൽ സമയവും ഹാപ്ലോഡ് ഫേസ് ആണ്, അല്ലെങ്കിൽ ഗാമിറ്റോഫൈറ്റിക് ജനറേഷൻ ആണ്. സൈഗോട്ട് ഉണ്ടാകുന്ന ഘട്ടം മാത്രമാണ് ഡിപ്ലോയിഡ് ഫേസ് അല്ലെങ്കിൽ സ്പോറോഫൈറ്റിക് ജനറേഷൻ എന്ന് പറയുന്നത്. ഹാപ്ലോ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ പൊതുവെ ബ്രയോഫൈറ്റ്സിലും ടെറിഡോഫൈറ്റ്സിലുമാണ് ഇത്തരം ലൈഫ് സൈക്കിൾ കാണിക്കുന്നത്. ഏകദേശം സ്പോറോഫൈറ്റിക് ജനറേഷനും ഗാമിറ്റോഫൈറ്റിക് ജനറേഷനും ലൈഫ് സൈക്കിളിൽ തുല്യമായി വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. എടുത്തുകാട്ടുന്നത് മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഇതിലാദ്യം റീജിയൻസ് ഓഫ് റൂട്ട്, 5 റീജിയൻസ്. റൂട്ട് മോഡിഫിക്കേഷൻസ്, ടാപ്പ് റൂട്ട്, അഡ്വെന്റിഷ്യസ് റൂട്ട്. ടൈപ്സ് ഓഫ് ലീഫ്, 2 ടൈപ്സ്. ഫിലോടാക്സി, 3 ടൈപ്സ്. വീനേഷൻ ടൈപ്സ്, റെറ്റിക്കുലേറ്റ് പാരലൽ വീനേഷൻ. ഇൻഫ്ലോറസൻസ്, റെസിമോസ് ആൻഡ് സൈമോസ് ടൈപ്പ്. അതുപോലെ ഹൈപ്പോഗേനിയസ്, പെരിഗേനിയസ് ആൻഡ് എപ്പിഗേനിയസ് ഫ്ലവേഴ്സ്. വളരെ കൃത്യമായിട്ട് ഡയഗ്രാം ചോദിക്കാറുണ്ട്. എസ്റ്റിവേഷൻ 4 ടൈപ്സ്. പ്ലാസന്റേഷൻ 5 ടൈപ്പ്. ഇത് വളരെ പ്രധാനപ്പെട്ട തന്നെയാണ്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്, അതുപോലെ പെരികാർപ്പ്, ഡിഫറെൻറ്റ് ലെയേഴ്സ്, സ്ട്രക്ചർ ഓഫ് ഡൈക്കോട്ട് ആൻഡ് മോണോക്കോട്ട് സീഡ്. ഇതുകൂടാതെ 3 ഫാമിലീസ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ ഫ്ലോറൽ ഡയഗ്രാം, ഫ്ലോറൽ ഫോർമുല, എക്കണോമിക് ഇമ്പോർട്ടൻസ്. 5 റീജിയൻസ് ഓഫ് റൂട്ട്. റൂട്ട് ക്യാപ്പ്, റീജിയൻ ഓഫ് മെരിസ്റ്റം, റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ, റീജിയൻ ഓഫ് മെച്ചുറേഷൻ ആൻഡ് റൂട്ട് ഹെയർ റീജിയൻ. ഇത് കൃത്യമായിട്ട് പഠിക്കുക. റൂട്ട് മോഡിഫിക്കേഷൻസ് ഇവിടെ പ്രധാനമായിട്ടും ടാപ്പ് റൂട്ട് മോഡിഫിക്കേഷൻ ക്യാരറ്റ്, ബീട്രൂട്ട്, ടേണിപ്പിലൊക്കെ കാണാം. അഡ്വെന്റിഷ്യസ് റൂട്ട് മോഡിഫിക്കേഷൻ സ്റ്റോറേജിന് വേണ്ടിയിട്ടുള്ള മോഡിഫിക്കേഷൻ ഉണ്ട്. അതുപോലെ തന്നെ മെക്കാനിക്കൽ സപ്പോർട്ട്, റെസ്പിരേഷൻ തുടങ്ങിയ കാര്യങ്ങളും ഇതിൽ വരുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ വിനേഷൻ 2 ടൈപ്സ്. റെറ്റിക്കുലേറ്റ് വിനേഷൻ ഡൈക്കോട്ടിലും പാരലൽ വിനേഷൻ മോണോക്കോട്ടിലേതുമാണ്. ലീവ്സ് 2 ടൈപ്സ് ഉണ്ട്, സിമ്പിൾ ലീവ്സും കോമ്പൗണ്ട് ലീവ്സും. ഇവിടെ കോമ്പൗണ്ട് ലീവ്സിലെ പിന്നേറ്റ്ലിയും പാമേറ്റ്ലിയും ടൈപ്പാണ് കാണിച്ചിട്ടുള്ളത്. ഫിലോടാക്സിലേക്ക് പോകുന്നു. ഓൾട്ടർനേറ്റ് ഫിലോടാക്സി, സിംഗിൾ ലീഫ് അറ്റ് ഈച്ച് നോഡ്. ഓപ്പോസിറ്റ് ഫിലോടാക്സി, 2 ലീവ്സ് അറ്റ് ഈച്ച് നോഡ്. വേൾഡ് ഫിലോടാക്സി, മോർ ദാൻ 2 ലീവ്സ് അറ്റ് ഈച്ച് നോഡ്. അപ്പോൾ ഈ ഫിലോടാക്സി ലീവ്സിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ്. അത് കൃത്യമായിട്ടൊന്ന് നോക്കി വയ്ക്കണം. പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. റെസിമോസ് ഇൻഫ്ലോറസൻസ്, പെഡങ്കിൾ ഹാസ് ഇൻഡെഫിനിറ്റ് ഗ്രോത്ത്, അക്രോപിറ്റൽ സക്സഷൻ ആണ് ഇവിടെ ഫ്ലവേഴ്സ് കാണിക്കുന്നത്. സൈമോസ് ഇൻഫ്ലോറസൻസ്, പെഡങ്കിൾ ഹാസ് ഡെഫിനിറ്റ് ഗ്രോത്ത്, ബേസിപിറ്റൽ സക്സഷനാണ് ഫ്ലവേഴ്സിൻ്റെ അറേഞ്ച്മെൻറ്റ് കാണിക്കുന്നത്. ബേസ്ഡ് ഓൺ ദ പൊസിഷൻ ഓഫ് ഓവറി, ഫ്ലവേഴ്സ് ആർ ഡിവൈഡഡ് ഇൻടു 3 ടൈപ്സ്. സുപ്പീരിയർ ഓവറി ആണെങ്കിൽ അത് ഹൈപ്പോഗേനിയസ് ഫ്ലവർ എന്നാണ് പറയുക. ഇനി ഹാഫ് ഇൻഫീരിയർ ഓവറി ആണെങ്കിൽ അത് പെരിഗേനിയസ് ഫ്ലവർ എന്നാണ് പറയുക. പ്ലം, റോസ്, പീച്ചിലൊക്കെയാണ് ഇത്തരം ഫ്ലവേഴ്സ്. നെക്സ്റ്റ് ഇൻഫീരിയർ ഓവറി ആണെങ്കിൽ എപ്പിഗേനിയസ് ഫ്ലവേഴ്സ് ആണ് കാണിക്കുന്നത്. ഈ ചിത്രങ്ങൾ നന്നായിട്ട് നോക്കി വയ്ക്കണം എക്സാമിനേഷന്. എസ്റ്റുവേഷൻ, മോഡ് ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ് സെപ്പൽസ് ഓർ പെറ്റൽസ് ഇൻ ബഡ് കണ്ടീഷൻ. വാൽവേറ്റ് എസ്റ്റുവേഷൻ, ഓവർലാപ്പിംഗ് ഇല്ലാത്ത അറേഞ്ച്മെൻ്റ് ആയിട്ടാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ട്വിസ്റ്റഡ് എസ്റ്റുവേഷൻ, 1 സെപ്പൽ ഓർ പെറ്റൽ ഓവർലാപ്പ് ദ നെക്സ്റ്റ് വൺ ആൻഡ് സോ ഓൺ. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഓവർലാപ്പിംഗ് ആണ്, റെഗുലർ ഓവർലാപ്പിംഗ് ആണ്. നെക്സ്റ്റ് ഇംബ്രിക്കറ്റ് എസ്റ്റുവേഷൻ, ഇറഗുലർ ഓവർലാപ്പിംഗ് ആണ്, ഓവർലാപ്പ് നോട്ട് ഇൻ പർട്ടിക്കുലർ ഡയറക്ഷൻ. മറ്റൊന്ന് വെക്സലർ എസ്റ്റുവേഷൻ, പി ഫ്ലവറിൽ കാണുന്ന എസ്റ്റുവേഷനാണ്. പ്രത്യേകമായിട്ടുള്ള അറേഞ്ച്മെൻറ്റ് അതിൽ കാണാൻ കഴിയും. ഇവിടെ സ്റ്റാൻഡേർഡ് പെറ്റൽ 2 വിങ് പെറ്റലിനെ ഓവർലാപ്പ് ചെയ്യുന്നു. അത് വീണ്ടും തൊട്ടടുത്ത് വരുന്ന 2 കീൽ പെറ്റലിനെ ഓവർലാപ്പ് ചെയ്യുന്നു. പ്ലാസന്റേഷൻ, മോഡ് ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ് ഓവ്യൂൾസ് വിത്തിൻ ഓവറി. ഫസ്റ്റ് വൺ, മാർജിൻ പ്ലാസന്റേഷൻ. ഓവ്യൂൾസ് ആർ അറേഞ്ച്ഡ് ഇൻ ദ വെൻട്രൽ suture of ovary. Placenta forms ridge in which ovules are arranged. Axial placentation, in the multi-chambered ovary, ovules are arranged in the axis. Parietal placentation, inner wall of ovary ലാണ് ഓവ്യൂൾസ് അറേഞ്ച് ചെയ്യുന്നത്. ഫ്രീ സെൻറ്റർ പ്ലാസന്റേഷൻ, സിംഗിൾ ചേംബർഡ് ഓവറിയിൽ ആക്സിസിലുള്ള പാർട്ടിലാണ് ഓവ്യൂൾസ് അറേഞ്ച് ചെയ്യുന്നത്. ബേസൽ പ്ലാസന്റേഷൻ, സിംഗിൾ ഓവ്യൂൾ ഈസ് അറേഞ്ച്ഡ് ഇൻ ദ ബേസൽ പാർട്ട് ഓഫ് ദി ഓവറി. ഇവിടെ പെരിക്കാർപ്പ് 3 ലെയറുകളായിട്ട് തിരിച്ചിരിക്കുന്നു. എപ്പികാർപ്പ്, മീസോകാർപ്പ്, എൻഡോകാർപ്പ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ചിത്രം ചോദിക്കാറുണ്ട്. ഡൈക്കോട്ട് സീഡിൻ്റെ സ്ട്രക്ചറാണ് ഇവിടെ കാണിക്കുന്നത്. 2 കോട്ടിലിഡൻ, പ്ലൂമ്യൂളും റാഡിക്കിളും വരുന്ന പോർഷൻ ഇത് ലേബിൾ ചെയ്യാനായിട്ട് ചോദിക്കാം. അതുപോലെ എബോവ് മൈക്രോപൈൽ, ഹൈലം ലൈസ്. അതുപോലെ സീഡ് കോട്ട് 2 ലെയേഴ്സ്, ടെസ്റ്റ ആൻഡ് ടെഗ്മൻ,
ഇത്തരം കാര്യങ്ങൾ ഡൈക്കോട്ട് സീഡിൻ്റെ സ്ട്രക്ചറിൽ നോക്കി വയ്ക്കുക. സ്ട്രക്ചർ ഓഫ് മോണോക്കോട്ട് സീഡ് വെരി ഇമ്പോർട്ടൻറ്റ്. പരീക്ഷയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിൽ എൻഡോസ്പേം പോർഷൻ, അതുപോലെ എൻഡോസ്പേമിനെ കവർ ചെയ്യുന്ന അലിറോൺ ലെയർ, പിന്നെ എംബ്രോണൽ ആക്സിസിലേക്ക് വരുമ്പോൾ പ്ലൂമ്യൂളും റാഡിക്കിളും, ഈ പ്ലൂമ്യൂളിനെ കവർ ചെയ്ത് നിൽക്കുന്ന കോളിയോപ്റ്റൈലും റാഡിക്കലിനെ കവർ ചെയ്യുന്ന കോളിയോറൈസയും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതെല്ലാം അറേഞ്ച് ചെയ്യുന്നത് ഒരു സിംഗിൾ ഷീൽഡ് ലൈക്ക് പാർട്ടാണ്. അതിനെ വിളിക്കുന്ന പേര് സിംഗിൾ കോട്ടിലിഡനെ വിളിക്കുന്ന പേര് സ്കുട്ടെല്ലം എന്നാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ലാബലിംഗ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഇത് ചോദിക്കാറുള്ളത്. വളരെ പ്രധാനപ്പെട്ടതാണ്, നന്നായി നോക്കി വയ്ക്കുക. ഫാമിലീസിൽ ആദ്യം ഫാബേസി അല്ലെങ്കിൽ പാപ്പുലോണേസി. ഇതിൽ പ്രധാനമായിട്ടും പാപ്പുലോണേഷ്യസ് കൊറോള വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു സ്റ്റാൻഡേർഡ് പെറ്റലും 2 വിങ് പെറ്റലും 2 കീൽ പെറ്റലും, ഫ്യൂസ്ഡ് പെറ്റലാണ് കീൽ പെറ്റൽ. ഇത് സ്ഥിരം ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കൂടാതെ ഫ്ലോറൽ ഡയഗ്രാം കൃത്യമായിട്ട് നോക്കി വയ്ക്കണം. ഫ്ലോറൽ ഡയഗ്രാം കൊടുത്ത് ഫാമിലി ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഫ്ലോറൽ ഫോർമുല കൊടുത്ത് ഫാമിലി ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ എക്കണോമിക് ഇമ്പോർട്ടൻസും പഠിച്ചു വയ്ക്കണം. സോളനേസിയെ പൊട്ടാറ്റോ ഫാമിലി എന്നറിയപ്പെടും. ഇവിടെ ഫ്ലോറൽ ഡയഗ്രാം, ഫ്ലോറൽ ഫോർമുല ഇത് പ്രത്യേകം നോക്കി വയ്ക്കുക. അതുപോലെ ഫ്ലോറൽ ക്യാരക്ടേഴ്സ് കൊടുത്തിട്ട് ഫാമിലി ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറയാറുണ്ട്. അതും പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലാന്റ്സ്, അതിന് എക്സാമ്പിൾസ്, ഇതെല്ലാം ഈ ഫാമിലി നോക്കി വയ്ക്കേണ്ട കാര്യങ്ങളാണ്. ലിലിയേസ് ആകെയുള്ളൊരു മോണോക്കോട്ട് ഫാമിലിയാണ്. ഈ ഫാമിലിയിലും ഫ്ലോറൽ ഡയഗ്രവും ഫ്ലോറൽ ഫോർമുലയും ശ്രദ്ധിച്ച് മനസ്സിലാക്കി വയ്ക്കുക. ഇവിടെ ഫ്ലോറൽ ക്യാരക്ടേഴ്സും പ്രധാനപ്പെട്ടതാണ്, അതും കൂടി നോക്കി വയ്ക്കുക. കൂടാതെ എക്കണോമിക് ഇമ്പോർട്ടൻസ് ഇതും ചോദിക്കാറുള്ള ഒരു ഭാഗമാണ്, പ്രത്യേകം നോക്കുക. ഈ ചാപ്റ്ററിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്നു, പ്രത്യേകം നോക്കുക. അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്, മെരിസ്റ്റം ടൈപ്സ്, സിമ്പിൾ ടിഷ്യൂസ് പിക്ചറും അതിൻ്റെ ഫംഗ്ഷനും നോക്കണം. ഫ്ലോയം ടിഷ്യൂസ് അതിൻ്റെ പിക്ചർ, സ്ക്ലിറെങ്കൈമ ഫൈബേഴ്സ് ആൻഡ് സ്ക്ലിറിഡ്സ് കൃത്യമായി നോക്കുക. എൻഡാർച്ച് എക്സാർച്ച് തമ്മിലുള്ള ഡിഫറൻസ്, ടൈപ്പ് ഓഫ് വാസ്കുലർ ബണ്ടിൽസ് അതിൻ്റെ ഡയഗ്രാം പ്രധാനമായിട്ട് നോക്കണം. മോണോക്കോട്ട് ആൻഡ് ഡൈക്കോട്ട്, സ്റ്റെം റൂട്ട് അതിൻ്റെ ക്യാരക്ടേഴ്സ് ഡയഗ്രാം, ബുള്ളിഫോം സെൽസ്, അതുപോലെ സ്പ്രിംഗ് വുഡ് ആൻഡ് ഓട്ടം വുഡ്, സാപ്പ് വുഡ് ആൻഡ് ഹാർട്ട് വുഡ്, ആനുവൽ റിങ്സിൻ്റെ ഇമ്പോർട്ടൻസ്, പെരിഡം ടിഷ്യൂസ്, ലെൻഡി സെൽസ്, ഫോർമേഷൻ ഓഫ് കാമ്പിയൽ റിങ്, സ്റ്റെമ്മും റൂട്ടും നോക്കണം. അതുപോലെ കാസ്പെരിൻ സ്ട്രിപ്സ്, ഡിഫറൻസ് ബിറ്റ്വീൻ മോണോക്കോട്ട് ആൻഡ് ഡൈക്കോട്ട് ലീഫ്, ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ടും നോക്കേണ്ടത്. പാരങ്കൈമയുടെ അതുപോലെ കൊള്ളങ്കൈമയുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. പാരങ്കൈമയിൽ ഇൻട്രസെല്ലാർ സ്പേസ് പ്രസൻ്റ് ആണ്, കൊള്ളങ്കൈമയിൽ സ്പേസ് ആബ്സെൻ്റ് ആണ്. സ്ക്ലെറിൻകൈമയിലെ ഫൈബേഴ്സും സ്ക്ലിറിഡ്സുമാണ് കാണിച്ചിട്ടുള്ളത്. ഫൈബേഴ്സ് ഇലോങ്ങേറ്റഡ് ആണ്, സ്ക്ലിറിഡ്സ് റൗണ്ട് ഓർ ഓവൽ ഷേപ്പാണ്. മറ്റൊരു കാര്യം സൈലം. സൈലം എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് ടിഷ്യൂ, അതിൽ ട്രക്കീഡ് വെസൽസ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ പിക്ചർ ഇവിടെ കൊടുത്തിരിക്കുകയാണ്. മറ്റൊന്ന് ഫ്ലോയം ടിഷ്യൂസ്, ഈ പിക്ചർ ചോദിക്കാറുള്ളതാണ്. ഫ്ലോയത്തിലെ സീവ് ട്യൂബ്, കമ്പാനിയൻ സെൽസ്, ഫ്ലോയം ഫൈബേഴ്സ് ഇതെല്ലാം ലാബിലിംഗ് പ്രധാനപ്പെട്ടതാണ്. സ്റ്റൊമാറ്റ, ഇതിലെ ഗോഡ് സെൽസ്, ഡൈക്കോട്ടിലെ കിഡ്നി ഷേപ്പിടും മോണോക്കോട്ടിലെ ഡംബുവെൽ ഷേപ്പിടും. അതുപോലെ അതിൻ്റെ ലാബിലിംഗ് വളരെ കൃത്യമായി നോക്കി വയ്ക്കുക. നെക്സ്റ്റ് വാസ്കുലാർ ബണ്ടിൽസ്, ഡിഫറെൻറ്റ് ടൈപ്സ്, കൺജോയിൻ്റ് ക്ലോസ്ഡ്, കൺജോയിൻ്റ് ഓപ്പൺ, അതുപോലെ തന്നെ റൂട്ടിൽ കാണുന്ന റേഡിയൽ ബണ്ടിൽ, ഇതിൻ്റെ പിക്ചേഴ്സ് കൊടുത്തിട്ടാണ് ചോദിക്കാറുള്ളത്, നന്നായി നോക്കുക. ഡൈക്കോട്ട് റൂട്ടിൻ്റെ പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഡൈക്കോട്ട് റൂട്ടിൻ്റെ ഫീച്ചേഴ്സ്, ഹോമോജിനസ് കോർട്ടക്സ്, 2 to 4 സൈലം ഗ്രൂപ്പ്സ്, ടെട്രാർച്ച് കണ്ടീഷൻ, പിത്ത് സ്മോള്, അതുപോലെ തന്നെ കൺജങ്ക്റ്റീവ് ടിഷ്യൂസ്, ഇതിനിടയിൽ കാണുന്ന കൺജങ്ക്റ്റീവ് ടിഷ്യൂസും, അതുപോലെ റൂട്ട് ഹെയേഴ്സ്. ഇങ്ങനെ റൂട്ടിൻ്റേതായിട്ടുള്ള മറ്റൊരു ക്യാരക്ടറാണ് സൈലം എക്സാർച്ച്. ഇത്തരം ക്യാരക്ടേഴ്സ് വെച്ചിട്ടാണ് ചോദ്യം കൊടുക്കാറുള്ളത്, നന്നായി നോക്കുക. നെക്സ്റ്റ് മോണോക്കോട്ട് റൂട്ട്. മോണോക്കോട്ട് റൂട്ടിൽ പ്രധാനമായും സൈലം 6 or more than 6, ഇതിനെ പോളിയാർച്ച് എന്നാണ് പറയുക. കോർട്ടക്സ് എല്ലാം ഹോമോജനസ് തന്നെയാണ്. അതുപോലെ പിത്ത്, ലാർജ് പിത്ത്, ഇത്രയും ക്യാരക്ടേഴ്സാണ് വ്യത്യസ്തമായിട്ടുള്ളത്. ബാക്കിയെല്ലാം ഡൈക്കോട്ട് റൂട്ടുമായി സിമിലാരിറ്റി കാണിക്കുന്നു എന്നുള്ളതാണ്. ഡൈക്കോട്ട് സ്റ്റം, ഇവിടെ ഹെട്രോജനസ് കോർട്ടക്സും
കൊള്ളൻ ഗാമറ്റസ് ഹൈപ്പോഡർമിസും വാസ്കുലർ ബണ്ടിൽസിൻ്റെ എണ്ണം ലിമിറ്റഡ് ആണ്, സർക്കുലർ ഫാഷനിലാണ്. വാസ്കുലർ ബണ്ടിൽസ് കൺജോയിൻ്റ് ആൻഡ് ഓപ്പൺ, കാരണം കാമ്പിയം പ്രസൻ്റ് ആണ്. അതുപോലെ തന്നെ സ്റ്റാർച്ച് ഷീത്ത് പ്രസൻ്റ് ആണ് എൻഡോഡെർമിസിൽ. അങ്ങനെ നിരവധി കാര്യങ്ങൾ ക്യാരക്ടേഴ്സായിട്ട് വരുന്നു, അത് പഠിക്കുക. മോണോകോട്ട് സ്റ്റെം, ഇതിൽ വാസ്കുലർ ബണ്ടിൽസ് സ്കാറ്റേഡ് ആണ്. സെൻട്രൽ ബണ്ടിൽസ് ലാർജറും പെരിഫറൽ ബണ്ടിൽസ് സ്മോളറുമാണ്. വാസ്കുലർ ബണ്ടിൽസ് കൺജോയിൻ്റ് ക്ലോസ്ഡ് ആണ്, ബിക്കോസ് കാമ്പിയം ആബ്സെൻ്റ് ആണ്. പ്രോട്ടോസലും കാവിറ്റിയും പ്രസൻ്റ് ആണ്. സ്ക്ലെറൻ ഗൈമറ്റസ് ഹൈപ്പോഡെർമിസ് ആണ് ഇവിടെ പ്രത്യേകമായിട്ട് കാണുന്നത്. ഇതുപോലുള്ള ക്യാരക്ടേഴ്സ് നോക്കി വയ്ക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡോർസിവെൻട്രൽ ലീഫ് അല്ലെങ്കിൽ ഡൈക്കോട്ട് ലീഫ്, ഇവിടെ മീസോഫിൽ ടിഷ്യൂ ഡിഫറൻഷ്യേറ്റഡ് ആണ്. പാലിസൈഡ് ആൻഡ് സ്പോഞ്ചി പാരങ്കൈമ. അപ്പർ സർഫസ് അഡാക്സിയൽ സർഫസ്, ലോവർ സർഫസ് അബാക്സിയൽ. അബാക്സിയൽ സർഫസിലാണ് കൂടുതൽ സ്റ്റൊമാറ്റ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പിക്ചർ നോക്കി വയ്ക്കുക. ഇനി മോണോകോട്ട് ലീഫ്, ഡൈസോബയലാറ്റർ ലീഫ് എന്ന് പറയും. ഇവിടെ മീസോഫിൽ ടിഷ്യൂ ഡിഫറൻഷ്യേറ്റഡ് അല്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകതയായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ സ്റ്റൊമാറ്റിസ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓൺ ബോത്ത് സർഫസ് അബാക്സിയൽ ആൻഡ് അഡാക്സിയൽ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കുറേ സിമിലാരിറ്റി കാണുന്നുണ്ട്. ഈ പിക്ചറും നോക്കി വയ്ക്കുക. നെക്സ്റ്റ്, സെക്കൻഡറി തിക്കനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുള്ളത്. ഡൈക്കോട്ട് സ്റ്റെമ്മിലെ സെക്കൻഡറി തിക്കനിങ് ആണ്. ഇവിടെ ഒരു പ്രത്യേകത ഉള്ളത്, ഡൈക്കോട്ട് സ്റ്റെമ്മിൽ വാസ്കുലർ കാമ്പിയത്തിൻ്റെ ഒറിജിൻ പാർട്ട്ലി പ്രൈമറി ആൻഡ് പാർട്ട്ലി സെക്കൻഡറി ആണ്. ഇത്തരം ഫീച്ചേഴ്സ് സെക്കൻഡറി സൈലത്തിൻ്റെ ഒറിജിനും സെക്കൻഡറി ഫ്ലോയത്തിൻ്റെ ഒറിജിനും നോക്കി വയ്ക്കുക. മറ്റൊന്ന് ലെൻറ്റിസെൽസ്, അതായത് സെക്കൻഡറി തിക്കനിങ് നടന്ന സ്റ്റെമ്മിൽ ഫോം ചെയ്യുന്ന സ്പെഷ്യൽ ഓപ്പനിങ് ആണ് ലെൻറ്റിസെൽസ് എന്ന് പറയുന്നത്. ഈ ലെൻറ്റിസെൽസ് ഗ്യാഷ്യസ് എക്സ്ചേഞ്ചിന് ഹെൽപ്പ് ചെയ്യുന്നു. ഇതിന് ഡയഗ്രാം ചോദിക്കാറുണ്ട്, ലാബിൽ ചെയ്യാനായിട്ട് നോക്കി വയ്ക്കുക. നെക്സ്റ്റ്, റൂട്ടിലെ സെക്കൻഡറി തിക്കനിങ് ആണ്. ഡൈക്കോട്ട് റൂട്ടിലെ സെക്കൻഡറി തിക്കനിങ് ആണ്. ഇതിലൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, വാസ്കുലർ കാമ്പിയത്തിൻ്റെ ഒറിജിൻ കംപ്ലീറ്റ്ലി സെക്കൻഡറി ഇൻ ഒറിജിൻ ആണ്. ആദ്യം വേവി ബാൻഡ് ഓഫ് കാമ്പിയമാണ് ഫോം ചെയ്യുന്നതെങ്കിൽ അത് പിന്നീട് കോൺസെൻട്രിക് റിംഗ് ആയിട്ട് മാറുകയാണ്. അതാണ് അവിടുത്തെ വാസ്കുലർ കാമ്പിയത്തിൻ്റെ ഒരു സ്ട്രക്ചർ. സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ്. സെൽ തിയറി രണ്ട് കൺസെപ്റ്റ്. കാറ്റഗറൈസേഷൻ ഓഫ് സെൽ ഓർഗൻസ് ഇൻ ടു 3 ഗ്രൂപ്പ്സ്. മീസോസോം, ഡിഫറെൻറ്റ് ഫോംസ് ആൻഡ് ഫങ്ഷൻ. ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ പ്രത്യേകം നോക്കണം. RER SCR തമ്മിലുള്ള ഡിഫറൻസ്. ഗോൾഗി ബോഡീസ് പിക്ചർ. സെൽ വാൾ ഫങ്ഷൻ. ല്യൂക്കോപ്ലാസ്റ്റ് 3 ടൈപ്സ്. ക്ലോറോപ്ലാസ്റ്റ് പിക്ചർ. സീലിയ ഫ്ലജല്ല സ്ട്രക്ചർ. ക്രോമോസോം ക്ലാസിഫിക്കേഷൻ അതിൻ്റെ പിക്ചർ. മൈറ്റോകോൺട്രിയ പിക്ചർ. പവർ ഹൗസ് ഓഫ് സെൽ. ടോണോപ്ലാസ്റ്റ്, പോളിറൈബോസോം. ഇത്രയും കാര്യങ്ങൾ വ്യക്തമായി നോക്കിയിരിക്കണം. ഇവിടെ പിക്ചറിൽ കാണിച്ചിട്ടുള്ളത് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ. സിംഗർ ആൻഡ് നിക്കോൾസൺ പ്രൊപ്പോസ് ചെയ്ത പ്ലാസ്മ മെംബ്രെയിൻ്റെ മോഡലാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. ഫോസ്ഫോലിപ്പിഡ് ബൈലെയറും പെരിഫറൽ പ്രോട്ടീൻസും ഇൻട്രിൻസിക് പ്രോട്ടീനുമെല്ലാം വരുന്ന ഒരു മോഡലാണ് വെൽ അക്സെപ്റ്റഡ് മോഡൽ ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ. നെക്സ്റ്റ്, എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, റഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, ഇതിൻ്റെ ഫങ്ഷൻസ്, പിക്ചർ, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. നെക്സ്റ്റ്, ഗോൾഗി അപ്പാർട്ടസ്. സെക്രീഷൻ ആണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻ. ഇതിൽ കോൺവെക്സ് ഫേസും കോൺകേവ് ഫേസും നോക്കി വയ്ക്കണം. ഇതിൻ്റെ പിക്ചർ വളരെ പ്രധാനപ്പെട്ടതാണ്. സിസ്റ്ററിനെയും ഇമ്പോർട്ടൻ്റ് ആണ്. മൈറ്റോകോൺട്രിയയുടെ ഡയഗ്രാം കൃത്യമായി നോക്കി വയ്ക്കണം. അതിൽ ലാബിലിംഗ് ആണ് ചോദിക്കാറ്. മാട്രിക്സ്, ഔട്ടർ മെംബ്രെയിൻ, ഇന്നർ മെംബ്രെയിൻ, ഇന്റർ മെംബ്രെയിൻ സ്പേസ്, ക്രിസ്റ്റേ തുടങ്ങിയ കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ പവർ ഹൗസ് ഓഫ് എ സെൽ എന്ന് വിളിക്കാൻ കാരണവും നോക്കി വയ്ക്കണം. എനർജി പ്രൊഡക്ഷൻ, സ്റ്റോറേജ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത്തരം കാര്യങ്ങൾ നോക്കുക. ക്ലോറോപ്ലാസ്റ്റ്, ക്ലോറോപ്ലാസ്റ്റിൽ ഗ്രാനയും സ്ട്രോമയും പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തൈലാകോയിഡ്സും ഓരോ ഗ്രാനയും കണക്ട് ചെയ്യുന്ന സ്ട്രോമൽ ലെമല്ലയും സ്റ്റാർച്ച് ഗ്രെയിൻസ് എല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. സീലിയ ഓർ ഫ്ലജല്ലയുടെ ആക്സോണിയും പ്രധാനപ്പെട്ടതാണ്. ഇതിലെ 9+2 അറേഞ്ച്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നന്നായി നോക്കി മനസ്സിലാക്കുക. നെക്സ്റ്റ്, ന്യൂക്ലിയസ്. ഇതിൻ്റെ പിക്ചർ ഒന്ന് നോക്കി വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ക്രോമോസോമിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. ക്രോമോസോമുകളെ 4 വിഭാഗമായി തിരിക്കുന്നു. മെറ്റാസെൻട്രിക്, സബ് മെറ്റാസെൻട്രിക്, ആക്രോസെൻട്രിക്, ടീലോസെൻട്രിക്. ചില ക്രോമോസോമുകൾക്ക് സ്പെഷ്യലായിട്ട് ഒരു സാറ്റലൈറ്റ് ബോഡി ഉണ്ടാകുന്നു. അപ്പോൾ മെറ്റാസെൻട്രിക്കിൻ്റെ പ്രത്യേകതയാണ് കൊടുത്തിട്ടുള്ളത്, മിഡിൽ സെൻട്രോമിയർ ആണ്. സബ് മെറ്റാസെൻട്രിക്, സെൻട്രോമിയർസ് അവേ ഫ്രം ദ മിഡിൽ. ആക്രോസെൻട്രിക്, സെൻട്രോമിയർസ് അവേ ഫ്രം ടിപ്പ്. ടീലോസെൻട്രിക്, ടെർമിനൽ സെൻട്രോമിയർ. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ വിശദമായിട്ട് കൊടുത്തിട്ടുള്ളത്, ഒന്ന് ശ്രദ്ധിക്കുക. സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ.
സെൽ സൈക്കിൾ ആൻഡ് ഡിഫറെൻറ്റ് സ്റ്റേജസ്. ആ സെൽ സൈക്കിൾ ഡിഫറെൻറ്റ് സ്റ്റേജുകൾ നന്നായി നോക്കി വയ്ക്കുക. അവിടെ പ്രത്യേകമായിട്ട് ചോദ്യം വരും. എസ് ഫേസിൻ്റെ ഇമ്പോർട്ടൻസ്. സൈറ്റോകൈനസിസ് ഇൻ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് പ്രത്യേകം നോക്കുക. സിഗ്നിഫിക്കൻസ് ഓഫ് മൈറ്റോസിസ്. മിയോസിസിലെ പ്രോഫേസ് 1 അതിലെ സബ് സ്റ്റേജ് 5 കൃത്യമായി നോക്കുക. ആനാഫേസ് 1 ആൻഡ് ആനാഫേസ് 2 ഓഫ് മിയോസിസ് അതിലെ ഡിഫറൻസ് കൃത്യമായി നോക്കണം. മിയോസിസിൻ്റെ സിഗ്നിഫിക്കൻസ് നോക്കി വയ്ക്കണം. പിക്ചർ സ്റ്റഡി ആൻഡ് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് മിയോസിസ്. മിയോസിസിലെ ഡിഫറെൻറ്റ് ഡയഗ്രാംസ് നോക്കി വയ്ക്കേണ്ടതാണ്. അതുപോലെ G0 ഫേസിൻ്റെ ഇമ്പോർട്ടൻസ്. അതുപോലെ മെറ്റാഫേസും ആനാഫേസിലെയും സ്റ്റേജുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇടയ്ക്ക് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനും കൂടിയാണ് ഇത്. സെൽ സൈക്കിളിൻ്റെ പിക്ചറാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ G1S G2 എന്ന് പറയുന്ന ഇൻ്റർഫേസും അതുപോലെ കാരിയോകൈനസിസിലെ പ്രോഫേസ്, മെറ്റാഫേസ്, ആനാഫേസ്, ടെലോഫേസ്, അതുപോലെ സൈറ്റോകൈനസിസ് ഇത്രയും സ്റ്റേജുകൾ ഒന്ന് എവിടെയാണ് വരുന്നത് എന്നുള്ളത് നോക്കി വയ്ക്കുക. നെക്സ്റ്റ്, പ്രോഫേസിൽ ക്രോമോസോമിൻ്റെ കണ്ടൻസേഷനും സ്പിൻഡിൽ ഫൈബേഴ്സിൻ്റെ അസംബ്ലിനെ കുറിച്ചും, മെറ്റാഫേസിൽ സെൻട്രോമിയറിൻ്റെ ഇക്വേറ്റൽ അറേഞ്ച്മെൻറ്റും സ്പിൻഡിൽ ഫൈബേഴ്സിൻ്റെ അറ്റാച്ച്മെൻറ്റും പ്രത്യേകം ശ്രദ്ധിക്കുക, നോക്കി വയ്ക്കുക. നെക്സ്റ്റ്, ആനാഫേസ് സെൻട്രോമിയർ സ്പ്ലിറ്റ് ചെയ്യുന്നതും ക്രോമോസോം മൂവ് ചെയ്യുന്നതും, ടീലോഫേസിൽ ക്രോമോസോംസ് എല്ലാം ഡീകണ്ടൻസ് ചെയ്യുന്നതും ഡോട്ടർ ന്യൂക്ലിയൈ പ്രത്യക്ഷപ്പെടുന്നതുമായിട്ടാണ്. ഇനി മിയോസിസ് 1 വരുന്ന ഡിഫറെൻറ്റ് സ്റ്റേജുകൾ നോക്കി വയ്ക്കുക. മിയോസിസ് 2 വരുന്ന ഡിഫറെൻറ്റ് സ്റ്റേജുകൾ നോക്കി വയ്ക്കുക. ഇതിൻ്റെ ഡയഗ്രാംസ് എടുത്തിട്ട് ചിലപ്പോൾ ചോദിക്കാറുണ്ട്, അതുകൊണ്ട് അത് പ്രധാനപ്പെട്ടതും കൂടിയാണ്. കഴിഞ്ഞ 3 ചാപ്റ്ററിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ലഭ്യമാണ്. ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സ്. ഇതിൽ ഫാസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, യൂണിപോർട്ട്, സിംപോർട്ട്, ആൻറ്റിപോർട്ട് ഇതിന് ഇമ്പോർട്ടൻസ്, വാട്ടർ പൊട്ടൻഷ്യൽ, ചേംബർ ഡിഫറൻസ് ഇൻ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ, ഓസ്മോട്ടിക് പ്രഷർ, അഡ്വാൻറ്റേജസ് ഓഫ് ട്രാൻസ്പിരേഷൻ, അപ്ടേക്ക് ഓഫ് മിനറൽ അയോൺസ്, ബൾക്ക് ഫ്ലോ, പ്ലാസ്മോളിസിസ്, അപ്പോപ്ലാസ്റ്റിക് ആൻഡ് സിംപ്ലാസ്റ്റിക് പാത്വേ അതിൻ്റെ ഡയഗ്രാം, കാസ്പെരിയൻ സ്ട്രിപ്സ്, ഇംബൈബിഷൻ, ട്രാൻസ്പിരേഷൻ പുള്ള്, മൊബിലൈസേഷൻ ഓഫ് മിനറൽസ്, ബയോഡയറക്ഷൻ ഫ്ലോ ആൻഡ് ട്രാൻസ്പോർട്ട്, ഗർഡ്ലിംഗ് എക്സ്പെരിമെൻറ്റ്. ഫസ്റ്റ് ഫാസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനിൽ ഇതിലാദ്യം യൂണിപോർട്ട് ഒരേ ഡയറക്ഷനിൽ മോളിക്യൂൾ പോകുന്നു. സിംപോർട്ട് 2 മോളിക്യൂൾസ് ഒരേ ഡയറക്ഷനിൽ പോകുന്നു. ആൻറ്റിപോർട്ട് 2 മോളിക്യൂൾസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്നു. ഈ ഡയഗ്രാം പ്രധാനപ്പെട്ടതാണ്. 2 ചേംബേഴ്സ് കാണിച്ചിരിക്കുന്നു. ചേംബർ എയും ബിയും. ചേംബർ എയിൽ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കുറവാണ്, ചേംബർ ബിയിൽ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കൂടുതലാണ്. അപ്പോൾ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കുറവുള്ള സ്ഥലത്ത് വാട്ടർ പൊട്ടൻഷ്യൽ കൂടുതലായിരിക്കും. എയിൽ നിന്ന് ബിയിലേക്കാണ് വാട്ടർ ഫ്ലോ നടക്കുന്നത്. നെക്സ്റ്റ്, പ്ലാസ്മോളിസിസിൻ്റെ ഒരു ഡയഗ്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സെല്ല് പ്ലാസ്മോളൈസറായിട്ട് മാറുന്നത് എങ്ങനെ, ഒരു സെല്ല് ടെർജറായിട്ട് മാറുന്നത് എങ്ങനെ, പ്ലാസ്മോളിസിസിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ ഇവിടെ പരിചയപ്പെടുത്തുന്നു. ഇനി അപ്പോപ്ലാസ്റ്റിക് ആൻഡ് സിംപ്ലാസ്റ്റിക് പാത്വേ അതിൻ്റെ ഡയഗ്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ കാസ്പെരിയൻ സ്ട്രിപ്സ് എങ്ങനെയാണ് ബ്ലോക്ക് ചെയ്യുന്നത്, അപ്പോപ്ലാസ്റ്റിക് പാത്വേ ബ്ലോക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് ഇതിൽ കാണിച്ചിരിക്കുന്നു. ഇതിൻ്റെ ഒന്നും കൂടിയും വ്യക്തമായിട്ടുള്ളൊരു ഡയഗ്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോൺ ലിവിങ് സബ്സ്റ്റൻസിലൂടെ അപ്പോപ്ലാസ്റ്റിക് പാത്വേയും ലിവിങ് സബ്സ്റ്റൻസിലൂടെ സിംപ്ലാസ്റ്റിക് പാത്വേയും. സ്റ്റൊമാറ്റൽ അപ്പർച്ചർ വിത്ത് ഗോഡ് സെൽസ്. ഇവിടെ മൈക്രോ ഫൈബ്രിൽസിൻ്റെ ഓറിയൻറ്റേഷൻ കാണിച്ചിരിക്കുന്നു. അത് സ്റ്റൊമാറ്റയുടെ ഓപ്പനിങ് ക്ലോസിങ്ങിന് സഹായിക്കുന്നു. ഈ ഡയഗ്രാം നോക്കി വയ്ക്കുക. അതിൽ ലാബലിംഗ് വളരെ പ്രധാനപ്പെട്ടതും കൂടിയാണ്, ശ്രദ്ധിക്കുക. നെക്സ്റ്റ്, മിനറൽ ന്യൂട്രീഷൻ, ഹൈഡ്രോപോണിക്സ്, ക്രൈറ്റീരിയ ഫോർ എസെൻഷ്യൽ ഡെവലപ്മെൻറ്റ്, ഡൈവേഴ്സ് ഫംഗ്ഷൻ അനുസരിച്ച് എസെൻഷ്യൽ എലമെൻറ്റ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. മൊബിലിറ്റി ഓഫ് എലമെൻറ്റ്, ഡെഫിഷ്യൻസി സിംറ്റംസ് ഇൻ പ്ലാന്റ്സ്, ടോക്സിസിറ്റി ഓഫ് മൈക്രോ ന്യൂട്രിയൻസ്, നൈട്രജൻ ഫിക്സേഷൻ, നൈട്രിഫിക്കേഷൻ, അമോണിഫിക്കേഷൻ, ഡീനൈട്രിഫിക്കേഷൻ, ഫാക്ടേഴ്സ് ഫോർ ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ, ഓവർ ലിക്വേഷൻ ഫോർ നൈട്രജൻ ഫിക്സേഷൻ, ഫോർമേഷൻ ഓഫ് റൂട്ട് നോഡ്യൂൾ, അമിനോ ആസിഡ് സിന്തസിസ്, അമൈഡ് എക്സാമ്പിൾ, അപ്പോപ്ലാസ്റ്റ് ആൻഡ് സിംപ്ലാസ്റ്റിക് വേ ഓഫ് അബ്സോർപ്ഷൻ ഓഫ് എലമെൻറ്റ്സ്. ഇത്രയും കാര്യങ്ങൾ ആണ് ഇതിൽ പ്രധാനമായിട്ടുള്ളത്. ഇതിൻ്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രത്യേകമായി കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തിട്ടുള്ളത് ഹൈഡ്രോപോണിക്സ്, കൾട്ടിവേഷൻ ഓഫ് പ്ലാന്റ്സ് ഇൻ ന്യൂട്രിയൻ സൊല്യൂഷൻ. ഇതിൽ എയറേഷൻ്റെ ഇമ്പോർട്ടൻസും ഡെഫിഷ്യൻസി സിംറ്റംസ് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇതിൻ്റെ പ്രാധാന്യവും എല്ലാം വ്യക്തമായിട്ട് നോക്കി വെക്കേണ്ടതാണ്. നെക്സ്റ്റ്, നൈട്രജൻ സൈക്കിളാണ്. ഇതിലെ 4 പ്രോസസ്സുകളും പ്രത്യേകമായി ശ്രദ്ധിക്കണം. നൈട്രജൻ ഫിക്സേഷൻ, നൈട്രിഫിക്കേഷൻ, അമോണിഫിക്കേഷൻ ആൻഡ് ഡീനൈട്രിഫിക്കേഷൻ. ഇതിനെ സംബന്ധിക്കുന്ന ചോദ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതും കൂടിയാണ്. അതുകൊണ്ട് ഈ ഡയഗ്രാം പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിക്കുക. നെക്സ്റ്റ്,
ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ. ഇവിടെ ഓവറോൾ നൈട്രജൻ ഫിക്സേഷൻ്റെ ഇക്വേഷനും താഴെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ആവശ്യമായിട്ടുള്ള ഫാക്ടേഴ്സ് 2 കാര്യങ്ങളാണ്, നൈട്രോജനേസും ലെഗ് ഹീമോഗ്ലോബിനും. അത് പ്രത്യേകമായി ശ്രദ്ധിക്കുക. നെക്സ്റ്റ്, ഫോർമേഷൻ ഓഫ് റൂട്ട് നോഡ്യൂൾ. ഇതിലെ സ്റ്റെപ്സ് ആണ് പ്രധാനമായിട്ടുള്ളത്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ളതിൽ നോക്കി പഠിക്കുക. നെക്സ്റ്റ്, അമിനോ ആസിഡ് സിന്തസിസ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ട്രാൻസമിനേഷൻ റിയാക്ഷൻ്റെ ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് പ്രത്യേകം നോക്കുക. ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ്. ഡിഫറെൻറ്റ് പിഗ്മെൻറ്റ്സ് ഇൻ ലീവ്സ്. സെറ്റ് സ്കീം ഡയഗ്രാം. സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ. സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ ആൻഡ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ ഡിഫറൻസ്. കെമിയോസ്മോസിസ്. കാൽവിൻ സൈക്കിൾ ഓർ C3 cycle. Photo respiration. Factors influencing photosynthesis. Difference between C3 and C4 cycle. Blackman's law of limiting factors. Chlorophyll pigments absorbing wavelength of light. Hatch and Slack pathway or C4 cycle. ഇത്രയും കാര്യങ്ങൾ ഭംഗിയായിട്ട് നോക്കുക. Different types of chlorophyll. Chlorophyll A, bright or blue green. Chlorophyll B, yellow green. Xanthophyll yellow. കരോട്ടനോയിഡ്സ് യെല്ലോ ടു യെല്ലോ ഓറഞ്ച്. ഇതിനെക്കുറിച്ച് ഒരു ധാരണ വയ്ക്കുക. ഇനി അടുത്തായി ചില പ്രധാനപ്പെട്ട അബ്സോർപ്ഷൻ പീക്കാണ് പറയുന്നത്. ഇതിൽ ക്ലോറോഫിൽ എയും ബിയും കരോട്ടനോയിഡും അബ്സോർബ് ചെയ്യുന്ന വേവ് ലെങ്ത് ഏതാണ് എന്നതിൽ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തൊട്ടടുത്ത ഡയഗ്രത്തിൽ റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസും അബ്സോർപ്ഷനും ഇതിൽ ഓരോ ഓവർലാപ്പിംഗ് നടക്കുന്നതായിട്ട് ഇത് കാണാൻ കഴിയുന്നുണ്ട്. നെക്സ്റ്റ്, സെറ്റ് സ്കീം. സെറ്റ് സ്കീമിൽ പ്രധാനമായിട്ടും 2 ഫോട്ടോ സിസ്റ്റംസ് ഇവിടെ അറേഞ്ച് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ 2 എനർജി റിച്ച് മോളിക്യൂൾ ATPയും NADPHും പ്രൊഡ്യൂസ് ആയിട്ട് കാണുന്നുണ്ട്. വാട്ടർ സ്പ്ലിറ്റിംഗ് പ്രോസസ്സ്. ഇത്രയും കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പഠിക്കുക. സെറ്റ് സ്കീം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്, ഇതിൻ്റെ ഡയഗ്രാം, ഇതെല്ലാം എക്സാമിനേഷന് പ്രധാനപ്പെട്ടതാണ്. സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. ഇതിൽ ഇലക്ട്രോൺ ട്രാവൽ ചെയ്ത സ്ഥലത്ത് തന്നെ തിരിച്ചെത്തുകയാണ്. അതുകൊണ്ടാണ് ഇത് സൈക്ലിക് പാത്വേയിൽ ആയതുകൊണ്ടാണ് സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്നത്. ഒരു ഫോട്ടോ സിസ്റ്റം മാത്രമുള്ളൂ, ATP മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. ഇത്രയും കാര്യങ്ങൾ കൃത്യമായി നോക്കി വെക്കുക. നെക്സ്റ്റ്, C3 സൈക്കിൾ അല്ലെങ്കിൽ കാൽവിൻ സൈക്കിൾ. ഇതിൽ ഫസ്റ്റ് സ്റ്റേബിൾ പ്രൊഡക്റ്റും അതുപോലെ പ്രൈമറി കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്ററും പ്രധാനപ്പെട്ടതാണ്. അതുപോലെ ഇൻ്റർമീഡിയറ്റ് കോമ്പൗണ്ടുകളുടെ കാർബണാറ്റം നമ്പർ ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ സ്റ്റെപ്സ് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. C4 സൈക്കിൾ ഇതുപോലെ തന്നെ പ്രൈമറി കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്ററും അതുപോലെ ഫസ്റ്റ് സ്റ്റേബിൾ പ്രൊഡക്റ്റും ഇൻ്റർമീഡിയറ്റ് കോമ്പൗണ്ടുകളും അതുപോലെ 2 ടൈപ്പ് ഓഫ് ക്ലോറോപ്ലാസ്റ്റ് നടക്കുന്ന റിയാക്ഷൻസും നോക്കണം. നെക്സ്റ്റ്, ഇവിടെ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയും ഫോട്ടോസിന്തസിസ് റേറ്റും കാണിക്കുന്ന ഡയഗ്രമാണ് നോക്കുക. റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ്. പ്ലാന്റ്സ് ഹാവ് നോ റെസ്പിറേറ്ററി ഓർഗൻ. ഗ്ലൈക്കോളിസിസ് സ്റ്റെപ്സ്. ഫെർമെൻറ്റേഷൻ. ക്രബ്സ് സൈക്കിൾ. aerobic respiration, net gain of ATP. ETS, oxidative phosphorylation. Amphibolic pathway. RQ value, carbon atom number in compounds of Krebs cycle. ഇത്രയും കാര്യങ്ങളാണ് പരീക്ഷയ്ക്ക് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. കൃത്യമായിട്ട് നോക്കി വയ്ക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഗ്ലൈക്കോളിസിസിൻ്റെ വിവിധ ഘട്ടങ്ങളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഗ്ലൂക്കോസ് മുതൽ 2 മോളിക്യൂൾ പൈറുവിക് ആസിഡ് ഉണ്ടാകുന്ന എല്ലാ സ്റ്റെപ്പുകളും കൃത്യമായി നോക്കണം. ചില സ്റ്റെപ്പുകൾ വിട്ട് കളഞ്ഞിട്ടാണ് എക്സാമിനേഷൻ ചോദിക്കാറുള്ളത്. അതുപോലെ ATP ഉപയോഗിക്കുന്ന 2 സ്ഥലങ്ങൾ, ATP പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലങ്ങൾ, NADH പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലങ്ങൾ, ഇതെല്ലാം കൃത്യമായി നോക്കി വയ്ക്കണം. അതുപോലെ നെറ്റ് ഗെയിൻ ഓഫ് ATP ഇൻ ഗ്ലൈക്കോളിസിസ്, ഇത്രയും കാര്യങ്ങൾ. അതുപോലെ സൈറ്റോപ്ലാസ്റ്റ് നടക്കുന്ന റിയാക്ഷൻ്റെ പ്രാധാന്യം. എനേറോബിക് റെസ്പിറേഷൻ ഓർ ഫെർമെൻറ്റേഷൻ, ഇതിനെക്കുറിച്ചാണ് ഇവിടെ കാണിക്കുന്നത്. ആൽക്കോളിക് ഫെർമെൻറ്റേഷനിൽ ഈസ്റ്റിൻ്റെ പ്രസൻസിലാണ് ഈഥിൽ ആൽക്കഹോളും കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാകുന്നത്. ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷനിൽ ലാക്റ്റിക് ആസിഡ് മാത്രമാണ് ലാക്ടോബാസിലസിൻ്റെ പ്രസൻസിൽ നടക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് നന്നായി പഠിക്കുക. നെക്സ്റ്റ്, ക്രബ്സ് സൈക്കിളിൽ ഉണ്ടാകുന്ന ഇൻ്റർമീഡിയറ്റ് കോമ്പൗണ്ടുകൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അതിലെ കാർബണാറ്റം നമ്പർ, ഓരോ കോമ്പൗണ്ടുകളുടെയും കാർബണാറ്റം നമ്പർ പ്രത്യേകമായി നോക്കി വയ്ക്കണം. അതുപോലെ TCA സൈക്കിൾ എന്ന് പറയാനായിട്ടുള്ള കാരണം എന്താണ്, എത്ര NADH ഫോം ചെയ്യുന്നുണ്ട്, ATP ഉണ്ടാകുന്നുണ്ട്, FADH ഫോം ചെയ്യുന്നുണ്ട്, എല്ലാം നോക്കി വയ്ക്കേണ്ടതാണ്. നെക്സ്റ്റ്, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം. ഇതിൻ്റെ സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. വളരെ കൃത്യതയോടെ പഠിച്ചെങ്കിൽ മാത്രമാണ് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത്. 5 കോംപ്ലക്സുകളെ കുറിച്ചും അതുപോലെ 10 പ്രോട്ടോൺ പെയറുകൾ ഇൻ്റർമെംബ്രെയിൻ സ്പേസിലേക്ക് പോകുന്നതും
അതുപോലെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടും കൃത്യമായിട്ട് പഠിക്കേണ്ടതാണ്. നെക്സ്റ്റ്, ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡയഗ്രമാണ്. ADPയും ഇനോർഗാനിക് ഫോസ്ഫേറ്റും ചേർന്ന് ATP ഫോം ചെയ്യുന്നു. മൈറ്റോകോൺട്രിയയിൽ വെച്ച് നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ. കൃത്യമായി നോക്കി വയ്ക്കുക. ആംഫിബോളിക് പാത്വേ, ഇവിടെ പ്രധാനമായിട്ടും കാറ്റാബോളിസവും ആനാബോളിസവും റെസ്പിറേറ്ററി പാത്വേയിൽ വരുന്നു എന്ന് കാണിക്കുന്ന ഒരു ഡയഗ്രമാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. കൃത്യമായിട്ട് നോക്കി വയ്ക്കുക. നെക്സ്റ്റ്, റെസ്പിറേറ്ററി കോഷ്യൻറ്റ്. ഇവിടെ റെസ്പിറേറ്ററി കോഷ്യൻ്റെ റേഷ്യോ ഇവിടെ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. ഓരോ റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റിൻ്റെയും നോക്കി വെക്കേണ്ടതും കൂടിയാണ്. ക്ലാസ് വീഡിയോ ലിങ്ക്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ലഭ്യമായിരിക്കുന്നതാണ്. പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, അരിത്മെറ്റിക് ഗ്രോത്ത് ആൻഡ് ജോമെട്രി ഗ്രോത്ത്, സിഗ്മോയിഡ് കർവ്, ഡിഫറൻസിയേഷൻ, ഡീഡിഫറൻസിയേഷൻ ആൻഡ് റീഡിഫറൻസിയേഷൻ, ഹെട്രോഫില്ലി, ടൈപ്സ്, ഓക്സിൻ, വെർണലൈസേഷൻ, ജിബർലിൻ, സൈറ്റോകൈനിൻ, എഥിലിൻ, ആബ്സിസിക് ആസിഡ്, ഫോട്ടോപീരിയോഡിസ് ഡയഗ്രാം, ലൈറ്റ് പെർസീവിംഗ് ഓർഗനിൻ, ഫോട്ടോപീരിയോഡിസം തുടങ്ങിയ കാര്യങ്ങൾ നോക്കി വയ്ക്കുക. ഇവിടെ അരിത്മെറ്റിക് ഗ്രോത്തിൻ്റെ ഡയഗ്രാം കാണിച്ചിട്ടുണ്ട്, ജോമെട്രി ഗ്രോത്തിൻ്റെ ഡയഗ്രാം കാണിച്ചിട്ടുണ്ട്. അതുപോലെ സൈഗോട്ടിൻ്റെ ഡെവലപ്മെൻറ്റും ഇത് നന്നായിട്ട് നോക്കി വയ്ക്കേണ്ടതാണ്. നെക്സ്റ്റ്, ലീനിയർ കർവാണ് കാണിച്ചിട്ടുള്ളത്. അരിത്മെറ്റിക് ഗ്രോത്തിൻ്റെ ഭാഗമായിട്ടുള്ള ലീനിയർ കർവ് LT = L0 + RT എന്ന് കാണിക്കുന്നൊരു ഇക്വേഷനും ഇതിലുണ്ട്. നെക്സ്റ്റ്, സിഗ്മോയിഡ് കർവ് ജോമെട്രി ഗ്രോത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഗ്രോത്ത് കർവാണ്. ലാഗ് ഫേസ്, എക്സ്പൊണൻഷ്യൽ ഫേസ്, സ്റ്റേഷണറി ഫേസ് ഇത്തരം ഭാഗങ്ങൾ വിട്ടുകളഞ്ഞ് ചോദിക്കാറുണ്ട്. ഇത് പ്രത്യേകം നോക്കണം. ഇതിൽ ഇക്വേഷനും ശ്രദ്ധിക്കേണ്ടത് കൂടിയാണ്. നെക്സ്റ്റ്, ലീഫിൻ്റെ ഗ്രോത്തുമായിട്ട് ബന്ധപ്പെട്ട് ഏരിയയിലുള്ള വർധനവ് ഫസ്റ്റ് ഡയഗ്രവും സെക്കൻഡ് ഡയഗ്രവും പ്രത്യേകം നോക്കി വയ്ക്കുക. അതിൽ ആക്ച്വൽ ഗ്രോത്തും റിലേറ്റീവ് ഗ്രോത്തും നോക്കുക. നെക്സ്റ്റ്, ഓക്സിൻ ഡിസ്കവറിയുമായിട്ട് ബന്ധപ്പെട്ട ഫോട്ടോട്രോപിക് കർവേച്ചറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഈ എക്സ്പെരിമെൻറ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ഇത് ഏത് എക്സ്പെരിമെൻ്റ് ആണെന്ന് ചോദിക്കാം, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നെക്സ്റ്റ്, ഫോട്ടോ പീരിയോഡിസുമായിട്ട് ബന്ധപ്പെട്ട് ഫ്ലവറിംഗ് റെസ്പോൺസ് ക്രിട്ടിക്കൽ പീരീഡിനേക്കാളും കൂടുതൽ പ്രകാശം കിട്ടിയാൽ ഫ്ലവറിംഗ് നടക്കുന്ന പ്ലാന്റ്സ്, കുറവ് കിട്ടിയാൽ ഫ്ലവറിംഗ് നടക്കുന്ന പ്ലാന്റ്സ്, ഡേ ന്യൂട്രൽ പ്ലാന്റ്സ്, ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എൻ്റെ ഈ വീഡിയോ ക്ലാസ് ഇത്രയും നേരം കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും പരീക്ഷയിൽ നല്ല വിജയാശംസകൾ ഉണ്ടാകട്ടെ എന്നും എല്ലാവർക്കും നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു.